ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise be to God. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. I'm so grateful for all the love that you share with me. നാം ഒരിക്കൽ പറന്നകലും. One day we will fly away. നാം ലക്ഷ്യസ്ഥാനത്ത് പറന്നെത്തും. We are waiting for that day and we will reach that our destination. പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. May God help all of us to live in this with hope. ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ഒരുമിച്ച് ആയിരുന്നത് ഞാൻ വലിയ സന്തോഷ വിഷയമായി കണക്കാക്കുന്നു. In these days I was with you and I am so happy to be a part of this ministry. തന്നെയല്ല, എന്റെ പ്രിയ സഹോദരന്റെ ഫിലിപ്സന്റെ ഭവനത്തിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടെ ഈ ദിവസങ്ങൾ ജീവിപ്പാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അവർക്ക് ദൈവം ധാരാളം നന്മകളും പ്രതിഫലങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. For past many days God has allowed me to stay with the Philipson family. May God bless them abundantly in the coming days. യോബിന്റെ പുസ്തകത്തിൽ നിന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We were thinking about and sharing from the book of Job. ഇവിടെ ഈ ക്ലോക്ക് ഉണ്ടെന്നുള്ളത് എനിക്കൊരു പ്രശ്നമാണ്. I have a problem there in front of me. There's a clock. ഒരിക്കലും പ്രസംഗം ചോദിച്ചു, ഇവിടെ ക്ലോക്ക് ഇല്ലേ? Once a preacher asked that there is no clock here. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ഇവിടെ കലണ്ടർ ഉണ്ടല്ലോ. If there is no clock, there is a calendar here. ഞാൻ സമയം 2 മണിക്ക് ശേഷം ആഹാരം കഴിച്ചാൽ മതിയല്ലോ, അല്ലേ? പ്രശ്നമൊന്നുമില്ല. I hope everyone can have food after 2 p.m. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന വിഷയം പറയാനുള്ള സമയമില്ല, എന്നാൽ ഓടിച്ചു വായിച്ചെങ്കിലും വിടാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. What the topic I'm going to share this afternoon, I don't have much time, but I would like to share with fast this evening. യോബിന്റെ പുസ്തകം എന്ന അതിവിശാലമായ പുസ്തകത്തെ അധികരിച്ച് ചുരുക്കം ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. From the book of Job, we know that it is a very vast book, but I would like to share some important topics with that book from you. വെള്ളിയാഴ്ച രാത്രി നാം പറഞ്ഞു നിർത്തിയത് യോബിന്റെ ജീവിതത്തിൽ 3 പ്രധാനമായ കാലഘട്ടങ്ങൾ നാം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. Friday evening we discussed from this book about 3 different generations or characteristics from the book of Job. അവന്റെ നല്ല കാലം അവസാനിക്കുന്നത്, ആദ്യത്തെ കാലം അവസാനിക്കുന്നത് അപ്രതീക്ഷിതമായ നിലയിലും അതിവേഗതയിലുമാണ്. As I mentioned about the 3 lifetimes of Job, the first life, the good life, that is ended suddenly in him. നമ്മള് യോബിനെ കുറിച്ച് വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരാം. When we read about Job, if we can turn our attention to the first chapter of the book of Job. ഞാൻ വാക്യങ്ങൾ വായിക്കുന്നത് കഴിയുന്നിടത്തോളം ഒഴിവാക്കിയാണ്. I am trying to avoid to read the verses this morning. 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യോബിന്റെ കുടുംബത്തെ കുറിച്ചാണ്. We read from first chapter verse 5, we can see about his family. ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ അവിടെ ഉള്ളത് ഇതാണ്. There we need to notice some 2 important things. ശ്രദ്ധിക്കുക, ഞാൻ ഒട്ടും വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. I'm not going to explain, but please listen. 1-ാമത്തെ കാര്യം, the first thing, യോബ് മക്കളുമായി വലിയ ഒരു ആഴമായ ബന്ധം ഉണ്ടായിരുന്നു. There we can see that Job has a very intensive relationship with his children. ഈ മക്കൾ വലിയ ധനികരാണ്. These children are so wealthy. ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ ധനവാന്മാരാണ്. In that era or in that place, they are so wealthiest people. അവര് ചെറുപ്പക്കാരുമാണ്. They are like young people. എന്നാൽ ആ അപ്പൻ വിളിച്ചാൽ ഈ മക്കൾ വരുമായിരുന്നു. But when their father called for any reason, they come immediately to him. വാക്യത്തിൽ വായിക്കുന്ന ആളയച്ച് വിളിപ്പിക്കുമ്പോൾ ആ മക്കൾ എല്ലാവരും കടന്നു വരും. But we read in verse 5 that if he need that children with him, when he sends somebody, they will come back to him very fast. പിതാക്കന്മാർക്ക് മക്കളുടെ മേൽ സ്വാധീനത ഉണ്ടായിരിക്കും. We as the scripture says that we need, as fathers, we need some important influence in our children. മറുവശത്ത് മക്കൾ അപ്പനമ്മമാരെ അനുസരിക്കുന്നവരായിരിക്കും. In the next place, we need to understand that children should obey their parents. ഈ മക്കൾ അങ്ങനെയാണ്. This Job's children, we can see that they were same like that. ഇനി അപ്പന്റെ മനോഭാവം എന്താണ്? What kind of life that Job did? നാം വായിക്കുന്നത് അവർക്ക് വേണ്ടി പ്രഭാതത്തിൽ യാഗം കഴിക്കുവാൻ നിൽക്കുന്നു. We read in verse 5 that early morning Job did sacrifice. അവരാ കാഴ്ച കാണുന്നുണ്ട്. They are watching that. രാവിലെ അപ്പൻ എഴുന്നേൽക്കുന്നത് ജോലിക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടി ദൈവം മുൻപാകെ ജാഗരിക്കുവാൻ. When children watching Job, that they can see that he is rising early in the morning to sacrifice for their children. നമ്മുടെ കുടുംബാന്തരീക്ഷം എങ്ങനെയാണ്? What kind of
family life that we have. നമ്മുടെ പ്രഭാതങ്ങൾ ഇങ്ങനെയാണോ ആരംഭിക്കുന്നത്? Are we starting our early morning like this? മക്കളും അപ്പനും ഒരുമിച്ച് യാഗം കഴിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വേദപുസ്തകം വായിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടോ? Are we sitting together for prayer in the early morning with the family? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. We need to notice it very important. ഇതിന്റെയൊക്കെ ഫലമായിരിക്കും 1-ാം അധ്യായത്തിന്റെ ഒടുവിൽ ആ മക്കളെ കുറിച്ച് അഭിമാനത്തോടു കൂടെ ആ പിതാവ് പറഞ്ഞു. Because of these reasons, why Job is telling about his children in the last verses of chapter 1. മക്കൾ മരിച്ചു, His children died. അവർ ഇപ്പോൾ എവിടെയാണ്? Where they are. 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവരെ യഹോവ എടുത്തു. In verse 21 we read that Lord gave and Lord taken away. എടുത്തു എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ കർത്താവിന്റെ അടുക്കലാണ്. If it says that Lord taken away means they are with Lord. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഗ്ലാസ് ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ അത് എന്റെ കയ്യിലാണ്. If it says that if I am going to take this glass means it is with me. മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള പൂർണ്ണ നിശ്ചയം ആ പിതാവിനെ ഉണ്ടായിരുന്നു. Job has a complete desire about the future of their children. ഇത് ആ പിതാവിന് ലഭിച്ച വലിയ അംഗീകാരം. So this is one of the important characters that we can see in the life of Job. മൂന്നാമത് ഈ മക്കൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? Another thing that we should notice that what is the relationship between the children? 4-ാം വാക്യത്തിൽ വായിക്കുന്നത് അവർ അന്യോന്യം പോയി ആഹാരം കഴിക്കുന്നു, സ്നേഹബന്ധം പുലർത്തുന്നു, സഹകരിക്കുന്നു. In verse 4 we read that their sons would go and feast in their houses. തിരക്കേറിയ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കുറവ് വന്നേക്കാം, എങ്കിലും ഒരു കുടുംബത്തിലുള്ള മക്കൾ തമ്മിലുള്ള കൃത്യമായ ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. Whatever business in their life, but we should understand that we should have a very good relationship with our children, including themselves. ഇനി ഇദ്ദേഹം വലിയ ധനവാനായിരുന്നു. We know that he is a very wealthy man. ആ ധനം കൊണ്ട് സദൃശവാക്യം 3-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ധനം കൊണ്ട് യഹോവയെ മഹിമപ്പെടുത്തുക. യോബ് അങ്ങനെ ചെയ്ത ഒരു ഭക്തനായിരുന്നു. We know that Job is a very wealthy man, but we read in Proverbs chapter 3, Job blessed God with his wealth. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. That's a very important thing. നമ്മുടെ ധനം കൊണ്ട് ദൈവനാമം അപമാനിക്കപ്പെടുകയാണോ അതോ ദൈവം മഹിമപ്പെടുകയാണോ? We should notice that with our wealth is the God's name is going vain or it is getting glory. സങ്കടകരമായ ഒരു കാര്യം, നമ്മുടെ അനേക കുടുംബങ്ങളിൽ പണമുണ്ടായത് ആത്മീക നഷ്ടത്തിന് കാരണമായി. Or we should notice that many of our families, they have wealth only through their life with God it turned away. യോബിന് അമിതമായ സന്തോഷം പോലും ധനവർദ്ധനയിൽ തോന്നിയില്ല. But Job did not get any kind of happiness through his wealth. നിങ്ങൾ 31-ാം അധ്യായം പിന്നെ നോക്കിയാൽ മതി. 16 മുതൽ 28 വരെ വാക്യങ്ങൾ പറയുന്നത്, എനിക്ക് ധനം ഒത്തിരി ആയതുകൊണ്ട് ഞാനത് വിളിച്ചു പറഞ്ഞില്ലെന്നല്ല പറയുന്നത്, ഞാൻ സന്തോഷിച്ചു പോലുമില്ല. We read in Job 31 verse 16 onwards that I have a lot of wealth but I never took happiness in that wealth. കഴിഞ്ഞ വർഷം എനിക്ക് $1,00,000 ആയിരുന്നു വാർഷിക വരുമാനം, ഇപ്പൊ 2 ലക്ഷമായി. ഞാൻ അതിൽ പ്രത്യേകിച്ച് സന്തോഷിച്ചില്ല. Last year I had $100,000 as salary, but this year I got 200,000. But I am not taking happiness in that wealth. ധനത്തോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം അതായിരുന്നു. That is his attitude towards wealth. അപ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ആ ധനം കൊണ്ട് അനേകരെ അവൻ സഹായിച്ചെന്ന് അവിടെ പറയുന്നു. In the same time we read in the verses that he helped many people with his wealth. ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നു, ഞാൻ അത് വിടുകയാണ്. അപ്പോൾ ധനം കൊണ്ട് അവൻ ദൈവത്തെ ബഹുമാനപ്പെടുത്തി. Lot of things that we can read regarding that, but I am leaving. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ദൈവം ചോദിക്കുകയാണ് പിശാചിനോട്, യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ടോ? നീ അവനെ നോട്ടപ്പുള്ളിയാക്കിയിട്ടുണ്ടോ? Here in verse 8, Lord is asking to Satan that, have you considered my servant Job? എന്റെ ഭക്തനായ, ദൈവഭക്തനായ, ലോകത്തിലേക്ക് ഭക്തനായ മനുഷ്യനാണ് യോബ് എന്ന് ദൈവം അവിടെ പറയുന്നു. Yeah, God mentioned about Job that he is a blameless person. പക്ഷെ പിശാച് പറയുകയാണ്, അവന്റെ ഭക്തിക്ക് 2 കാരണങ്ങളുണ്ട്. But Satan answered the Lord that there are 2 reasons why he is so fearful to God. 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുന്നു, In verse 10 we read, ഒന്നാമത്തെ കാര്യം നീ അവന് നൽകുന്ന പരിപാലനമാണ്. because the first thing that Satan told to God that because of your hedge around him. 3 നിലയ്ക്കുള്ള പരിപാലനം നൽകുന്നെന്നാണ് പിശാച് പറഞ്ഞത്. Satan told God that you are giving 3 things to Job. ഒന്ന്, നീ അവന് ഒരു വേലി കെട്ടി സൂക്ഷിക്കുക. Yeah,
Satan told him that you put a hedge around him. രണ്ട്, അവന്റെ വീടിന് നീ സംരക്ഷണം നൽകുന്നു. You are protecting his household. മൂന്നാമത്തെ കാര്യം, അവന്റെ സമ്പത്തിന്, അവനുള്ളതിന്, അവന്റെ സമ്പത്ത് നീ സൂക്ഷിക്കുകയാണ്. Third thing he mentioned that you are providing and you are hedging all the wealth that he has. രണ്ടാമത്, നീ അവന് നൽകിയിരിക്കുന്ന നന്മകൾ, പരിപാലനം മാത്രമല്ല അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. Also he mentioned about his possessions. അതും 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. That also we can read in the same verse. ഇതുകൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നത്. Only because of that Job is so honorable to God. അവനെ മൊത്തം നീ സൂക്ഷിക്കുന്നു. You are giving everything to him. നീ അവന് വാരിക്കോരി നന്മകൾ കൊടുക്കുക. You are giving all blessings to him. പലരെ സംബന്ധിച്ചും ഇത് ശരിയായിരിക്കാം. നന്മകൾ കിട്ടുന്നത് കൊണ്ട്, സൂക്ഷിക്കപ്പെടുന്നത് കൊണ്ട് അവർ ഭക്തരായിട്ട് ജീവിക്കുക. But we can understand that many people, when God bless them, they are so intimate to God. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം തെളിയിക്കുന്നത് അതെല്ലാം നഷ്ടപ്പെട്ടാലും ഭക്തിക്ക് കുറവ് വരാതെ ജീവിക്കാമെന്നാണ്. But through the life of Job, that if whatever we lost the blessings, we can live a very good life in presence of God. എന്ത് സംഭവിക്കണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്? Why Satan is discerning about the life of Job? 11ാമത്തെ വാക്യം. In verse 11 we read, ഒരു വിശ്വാസി ദൈവത്തെ ത്യജിച്ചു പറയണം. one believer should curse God. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? How can it happen? ഒന്ന്, ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾ മുടങ്ങിയാൽ, അനുഗ്രഹങ്ങൾ പിൻവലിച്ചാൽ, പ്രയാസങ്ങൾ വന്നാൽ അവൻ പറയണം ദൈവം ശരിയല്ല. The first thing that we can see that when we get blessings from God, if it suddenly stop, we will automatically curse God. ദൈവം നീതിമാനല്ല. God is not worth. യോബിന്റെ ഭാര്യ അതാ പറഞ്ഞത്. That's what Job's wife said. നന്മകൾ നിലച്ചപ്പോൾ അവളുടെ മനസ്സ് മാറി. When the mercies of God stopped, his heart changed. അവള് ദൈവത്തെ കുറിച്ച് പറയുകയാണ്, പോയി അവനെ തള്ളിപ്പറഞ്ഞിട്ട് നീ പോയി മരിക്കുക. His wife told about God that please go and reject God. പിശാച് അതാണ് ആഗ്രഹിക്കുന്നത്. That's what Satan decided. രണ്ടാമത്തെ കാര്യം, ദൈവം നൽകിയ പരിപാലനത്തിന്റെ വേദികൾ ഒന്ന് പൊളിച്ചു കളഞ്ഞാൽ നീ പറയും ദൈവം ശരിയല്ല. The second thing that we can read from this verse that the heads that God given to our possessions, if we destroy it, we automatically reject him. നിങ്ങൾ 11ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. പിന്നെ Please listen to verse 11. അവിടെ വായിക്കുന്നത് ദൈവത്തോട് പിശാച് പറയുകയാണ്, നീ അവനെ ഒന്ന് തൊടണം. There we read that Satan told to God that touch Job. അതിന്റെ അർത്ഥം എന്താണ്? What is that meaning? നീ അവനെ തൊടണമെന്ന് പറഞ്ഞാൽ നീ അവനെ ശരിക്കും കൈകാര്യം ചെയ്യണം, അവനെ ശിക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. Yeah, I think that Satan is deserving. To touch means that you should punish him. എന്നാൽ ആ വാക്യത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. There are some truth is hiding in that verse. അത് യോബ് അറിഞ്ഞു കാണുകയില്ല. I think that Job also don't know that. പിശാച് പറയുന്നതിന്റെ അർത്ഥം ഇതായിരിക്കാം, The meaning that what Satan says, ദൈവമേ നിനക്ക് ഒന്ന് തൊടാമോ? oh God, can you touch him? അതിന്റെ കാരണം, ഞാൻ അവനെ തൊടാൻ പല പ്രാവശ്യം ശ്രമിച്ചതായി എനിക്ക് കഴിഞ്ഞിട്ടില്ല. I tried to touch him many times, but it was not possible. പിശാച് അവിടെ അത് പറയുന്നില്ല. Satan is not mentioning പക്ഷെ that. പിശാച് പരാജയപ്പെട്ടത് കൊണ്ട് പറയുകയാണ്, സംരക്ഷിക്കുന്ന കരങ്ങൾ തന്നെ എതിരായിട്ട് വന്നാൽ ഒരുപക്ഷെ യോബ് ദൈവത്തെ തള്ളി പറഞ്ഞേക്കാം. Satan was not able to touch Job. That's why Satan telling to God that touch him. ഈ പ്രഭാതത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളും ഞാനും അറിയാത്ത ഒരുപാട് രംഗത്ത് നമ്മെ തൊടാൻ പിശാച് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സാധിക്കാത്തത് ദൈവത്തിന്റെ സംരക്ഷണ കരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. This morning I would like to tell you, my dear brothers and sisters, in our many lifetimes Satan was able to touch us, but God protected us from all. ദൈവിക പരിപാലനത്തെ മറികടക്കാൻ പിശാചിനും സാധ്യമല്ല. Satan there he cannot do anything against God's wish. നമുക്കറിയാം, മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, 10ാം അധ്യായത്തിൽ 29ാം വാക്യം, അവൻ സമ്മതിക്കാതെ ഒന്നും സംഭവിക്കില്ല, അവൻ അനുവദിച്ച് ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞു വരുന്നത് മാത്രമേ നമ്മെ ബാധിക്കുന്നുള്ളൂ. In Gospel of Matthew we read that without God's knowledge Satan can't do anything. അപ്പൊ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എത്ര കഠിനമായ വേദന വന്നാലും, എത്ര രോഗം വന്നാലും, ഏത് വ്യസനിപ്പിക്കുന്ന വേർപാടുകൾ ജീവിതത്തിൽ ഉണ്ടായാലും, മരണം സംഭവിച്ചാലും ഓർത്തുകൊള്ളുക, ദൈവം സമ്മതിച്ച്, മനസ്സിലായല്ലോ, ഇത് നിനക്കിരിക്കട്ടെ, ഇതാണ് ഏറ്റവും യുക്തമെന്ന് പറഞ്ഞ് അനുവദിക്കുന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. So in our lifetime, let me tell you, whatever tribulations, whatever struggles, whatever death may occur in our life, without God's knowledge nothing will happen. ഇനി പിശാച് എപ്പോഴാണ് പ്രവർത്തിച്ചത്?
then we can see that when Satan started to do against Job, ഏറ്റവും സന്തോഷകരമായ സമയത്താണ്. Satan started to defeat Job when he was so happy. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഹരമൊക്കെ ഏൽപ്പിക്കുന്നത് നമ്മൾ വലിയ സന്തോഷത്തോടെ വലിയ ആനന്ദത്തോടെ ഇരിക്കുമ്പോഴാണ്. When we have troubles and struggles and tribulations in our life, many times when we were so happy. ഇതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആനന്ദിച്ചുകൊണ്ട് മക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന സമയത്താണ് പിശാച് അടി തുടങ്ങിയത്. We read in verse 13 that when Job and his sons and daughters, they were so happy with eating and drinking. That time Satan started to touch them. പിശാചിന് സമയത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. Satan knows the exact time. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത് സമയത്തെ കുറിച്ച് ബോധ്യം അവനുണ്ട്, അല്പകാലമേ ഉള്ളൂ എന്നവൻ അറിയാം. We read in Revelation chapter 13 that Satan knows the exact time. മാത്രവുമല്ല എപ്പോഴാണ് അത് ചെയ്യേണ്ടത് എന്നും കൃത്യമായിട്ട് അവൻ അറിയാം. Satan also knows that when should I touch the certain people. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് യേശു കർത്താവിന് വിശന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, വിശപ്പുണ്ടല്ലേ, അപ്പം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷിക്കുക. കൃത്യസമയം എപ്പോഴാണ് അടിക്കേണ്ടത് അവന് കൃത്യമായിട്ട് അറിയാം. We also read in the Gospel of Matthew chapter 4 when Jesus was hungry, he came and tested Jesus. ആക്രമണം വരികയാണ്. There is a lot of tribulations ഒന്നിനു പിറകെ ഒന്നായിട്ട് one വരിക. after another. നിങ്ങൾ ശ്രദ്ധിക്കുക 14-15 വാക്യങ്ങൾ. Please turn attention to verse 14 and അവിടെ 15. ശബായിന് വന്ന് മൃഗങ്ങളെ പിടിച്ചുകൊണ്ടുപോയി, There we read that servants raided the animals, വേലക്കാരെ കൊന്നു. killed their servants. 16-ാം വാക്യം, In verse 16, മേലിൽ നിന്ന് തീ വീണ് എല്ലാം നഷ്ടപ്പെട്ടു, കത്തിച്ചു കളഞ്ഞു. the fire of God fell from heaven and burned everything. 17-ാം വാക്യം, In verse 17, അവിടെ വേറെ ഒരു കൂട്ടം കൽദയർ വരികയാണ്, where there we read the Chaldeans formed 3 bands. ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി, They took all the camels. വേലക്കാരെ കൊന്നു. They killed all the servants. 18-19 വാക്യങ്ങൾ. Verse 18 and 19, 10 മക്കളുണ്ടായിരുന്നു, he had 10 children. 10 മക്കളും വീട് വീണ് കാറ്റടിച്ച് വീട് വീണ് മരിച്ചു. Everybody died in different circumstances. ഞാൻ പറയുന്നത് വലിയ വിനാശം വരുത്തുകയാണ്. Lot of tribulations happening in his life. അത് മാത്രമല്ല പേടിപ്പിക്കുകയാണ്. Not only that, it became so fearful. ഇവിടുത്തെ വാക്കുകൾ വായിച്ചോ, വാളിന്റെ വായ്ത്തല വെട്ടിക്കൊല്ലുക. പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല ആ വിശ്വാസിയെ പേടിപ്പിക്കാൻ കൂടെ പിശാച് ശ്രമിക്കുക. Not only making problem, here we read that he is making fearful to Job through different things like sword. ഞാൻ ഈ വിഷയം വിവരിക്കണമെങ്കിൽ ഒരു 5-6 ദിവസം എടുക്കേണ്ടി വരും. പക്ഷെ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞ അതിവേഗത്തിൽ പോവുകയാണ്. സോറി. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പിശാചിന് കൃത്യമായ സമയത്ത് പ്രവർത്തിക്കാൻ അറിയാം. അവൻ അടിച്ചു. If I want to explain these things, it will take many days, but I would like to turn attention that Satan knows the exact time when he should touch us. 16-ാം വാക്യം ശ്രദ്ധിച്ചാൽ അവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം യോബ് പറഞ്ഞല്ലോ, ദൈവം നിന്റെ വകയാണെന്നൊക്കെ. പക്ഷെ ദൈവം നിനക്കെതിരാണ്. But in verse 16 we can see that Satan telling you that God is against you. അതിന്റെ കാരണം എന്താ? Why he is telling that? ഈ വീണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ തീയാണ് ഇവിടെ വീണത്. Yeah, here it is the word mentioned that the fire of God fell on him. ദൈവം നിനക്കെതിരാണ്. God is against you. ഒരു വിശ്വാസിയെ പരിഭ്രമിപ്പിക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന ഏറ്റവും ശക്തമായ ഒരു പ്രയോഗമാണത്. For a believer, when we get fearful, the Satan using that word is that God is against you. നീ ഒരു വിശ്വാസിയായിട്ട് എന്താ ഇങ്ങനെ പറ്റിയത്? Oh, you are a believer. Why is happening like you? നീ ഒരു ഭക്തനല്ലേ? You are so fearful to God, but why is happening to you? നീ ദൈവത്തെ ആരാധിക്കുന്നവനല്ലേ? You are worshiping God. ദൈവത്തെ സ്നേഹിക്കുന്നില്ലേ? You are loving God. ദൈവത്തിന് കൊടുക്കുന്നില്ലേ? You are giving to God. പക്ഷെ വെറുതെയാ. Everything's well. ദൈവം നിനക്കെതിരാണ്. God is against you. എന്റെ മക്കളെല്ലാവരും മരിച്ചില്ലേ? Every children died. എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? You got everything whatever lost. ഓർത്തുകൊള്ളുക, ദൈവം എതിരല്ല. Please remember that God is not against. പക്ഷെ പിശാച് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ദൈവം നിനക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ് എന്നൊക്കെ. But what Satan is exemplifying here that God is against you. നീ പറഞ്ഞല്ലോ ദൈവം വേലി കെട്ടിയിരിക്കുകയാണെന്ന്. ആ വേലി അവൻ തന്നെ പൊളിച്ചു. Oh, you told that God is hedged around me, but he destroyed it. 5 നിലയിലുള്ള പരീക്ഷകൾ പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. We can understand that there are 5 tests happened against Job. ഞാൻ വേഗത്തിൽ ആ വാക്കുകളൊന്ന് പറഞ്ഞു നിർത്തുകയാണ്. I will look that verses very quickly. 1, സമ്പത്ത് മുഴുവൻ പോയി. All the wealth was lost. ഇത്രയും നാൾ അധ്വാനിച്ചത് ഈ സമ്പത്തിന് വേണ്ടിയാണ്.
അത് മുഴുവനും നിമിഷ നേരം കൊണ്ടുപോയി. Whatever wealth he got in the past years, everything lost. വെറും കൈയോടെ അവൻ നിൽക്കുക. He is now empty-handed. രണ്ടാമത്, Secondly, ആറ്റുതോറ്റു വളർത്തിയ 10 മക്കൾ, his 10 children lost. അതിസുന്ദരികളായ 3 പെൺമക്കൾ, The 3 beautiful girls. അപ്പനെ അനുസരിക്കുന്ന 7 ആൺപിള്ളേർ, The 7 boys who obeying children. പുത്ര സമ്പത്ത് എന്ന് വായിക്കുന്നത് ശരിക്കും അവിടെ അനർത്ഥമാണ്. There we read that he has lot of children. That is exactly same verse here. വീടിന്റെ മുന്നിലേക്ക് നോക്കിയപ്പോൾ 10 ശവപ്പെട്ടികൾ അടുപ്പിച്ചു വെച്ചിരിക്കും. When we look to his in front of his house, we can see the 10 graveyards. ഏത് ഭക്തനും കരഞ്ഞു പോകും. Any believer with a heavy heart will cry. എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. Oh Lord, why you did against me? ഒരു കൊച്ചിനെയെങ്കിലും ബാക്കി വെച്ചില്ല. At least one child you didn't bear for me. പക്ഷേ തീവ്രമായ വേദന വന്നപ്പോഴും അവൻ ദൈവാശ്രയത്താൽ അത് മറികടന്നു. In that great pain, only through the grace of God, he overcame it. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ചിലര് അതിവേദനയിൽ കൂടെ കടന്നുപോയവരാ. I know many of you are here. You went through a lot of pain. ദൈവത്തെ സംശയിക്കരുത്. But don't test God. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ മറ്റൊന്നാണ്. But we should understand that there is a God who is with us. മക്കളെല്ലാവരും നഷ്ടപ്പെട്ടു. All the children lost from me. മരണം തകർത്ത് കളയുന്ന രംഗമാണ്. So there we can see that the death lost everything. പക്ഷെ മരണത്തെ ജയിച്ചവൻ നമ്മോട് കൂടെ. But we should understand that who defeated death, he is with us. മൂന്നാമത്തെ ശാരീരികമായിരിക്കുന്ന പീഡകളാണ്. Thirdly, we can see that regarding the health of Job. രണ്ടാമത്തെ വായിച്ചാൽ ഈ പിശാച് ശ്രദ്ധിക്കുന്നത് ഇയ്യോബ് ഒരു സ്വാർത്ഥതയുള്ള വ്യക്തിയാണ് എന്ന് കാണിക്കാനാണ്. In chapter 2, we can see that Satan is telling that Job is not a good man. അവൻ സ്വന്തം കാര്യം നോക്കുന്ന വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പിശാച് പറയുക. He is only taking care of himself. That's what Satan is going to tell. അത് പറയാൻ അവന് പിശാചിന് വകുപ്പുണ്ട്. Yeah, there are some reasons why Satan is saying സമ്പത്ത് that. മുഴുവൻ പോയി, All the wealth is lost. ഓട്ടെ 10 മക്കളും മരിച്ച മനുഷ്യൻ പറയുക, ഓ ദൈവത്തിന്റെ സ്തോത്രമെന്ന്. ഇവനൊരു സ്വാർത്ഥനായ മനുഷ്യനാണ്. Oh, here because he says that his everything lost, including his children, then also he is worshipping God. അലമുറയിട്ട് കരയേണ്ടതല്ലേ? Yeah, why he is not crying? ദാസിദാസന്മാര് പോയി, All the servants lost. പക്ഷെ അവൻ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുക. Only he is looking himself. അവന്റെ ജീവിതം മാത്രമാണ് പ്രധാനം. His life is important. ഒരുപക്ഷെ അന്ത്യകാലത്തിൽ ലക്ഷണമായിട്ട് നാം വായിക്കുന്നുണ്ട്, മനുഷ്യർ അന്ത്യകാലത്ത് സ്വസ്നേഹികളാകുമെന്ന് പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. We read in 1 Timothy, 2 Timothy, chapter 3, we read that Apostle Paul wrote, in the end times, people will love him, people love themselves. അത് ദുഷ്ടന്മാരുടെ ഒരു ചിത്രമാണ്. There we can see it's like evil people. ഇപ്പോ പിശാച് പറയുന്നത് ഇയ്യോബ് ഒരു ദുഷ്ടനാണ്. Here the same thing that Satan is exemplifying, that Job is also evil man. അവൻ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, Nothing happened against me. 10 മക്കൾ പോയി, അത് കുഴപ്പമൊന്നുമില്ല. Only my 10 children lost. സമ്പത്ത് പോയി, സാരമില്ല. Only my wealth lost. പണിക്കാരെ ഇനി കിട്ടും, അത് മതി എനിക്ക്. I will get servants again. പക്ഷേ നാം വായിക്കുന്നത് അവൻ അവിടെ തകരുകയാണ് ഒരളവിൽ, പക്ഷെ ദൈവത്തെ അവൻ സ്തുതിക്കും. But we read that he's destroyed himself, but he is coming back to God and worshiping God. അപ്പോഴാണ് പിശാച് പറയുന്നത് ദൈവത്തോട്, ഞാൻ ഒരു കാര്യം പറയാം, അവൻ വേദനിച്ചില്ലല്ലോ, നീ അവന്റെ ശരീരത്തെ ഒന്ന് പിടിച്ചു നോക്ക്. But that time Satan telling to God that, God, you touch his skin. 2-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, എന്നാ തൊട്ടോ, ശരീരത്തെ നീ പിടിച്ചോ. In verse 6 of chapter 2, we read that Lord telling to Satan, you can touch him, പക്ഷെ കൊല്ലരുത്, but spare his life. വ്യക്തമായിട്ട് പറഞ്ഞു, പ്രാണനെ തൊടരുത്. He is in your hand, but don't spare his life. മാരകമായ ശാരീരിക പ്രശ്നങ്ങൾ ആരംഭിച്ചു. A lot of attacks happen against his ഒരുപക്ഷെ health. വിചാരിക്കുന്നത് സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന്റെ അതിബീഭത്സമായ ആക്രമണമാണ് അദ്ദേഹത്തിന് മേലുണ്ടായത്. Many people think about that the disease called psoriasis happened against him. 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, In verse 7, chapter 7 and verse 5, 30-30, in chapter 30, verse 30, ശരീരം പൊളിഞ്ഞു പോവുകയാണ്, അടർന്ന് വീഴുകയാണ്. his body is losing. 19-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് അടിവരയിട്ട് വായിക്കേണ്ടതാണ്. We should read that chapter 19, Verse 17. verse 17. അവിടെ വായിക്കുന്നത്, എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹനീയമാണ്. Chapter 19, 17. My breath is offensive to my wife. അതെന്തുകൊണ്ടാണ്? Why it is like that? ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം അയാൾ ശ്വാസം വിടുന്നു എന്നുള്ളതായിരിക്കില്ല,
ആ ശ്വാസം എന്ന് പറയുന്നത് അകത്ത് മുഴുവൻ പഴുത്തിട്ട് ശരീരത്തിന്റെ ഉൾഭാഗം പഴുത്ത വ്രണമായിട്ട് വല്ലാത്ത ഒരു ഗന്ധം വരുന്നത് കൊണ്ട് ഈ പറയുക എന്റെ ഭാര്യയ്ക്ക് ഞാൻ ശ്വാസം വിടുമ്പോൾ അസഹനീയമായിട്ട് തോന്നുകയാണ്. Why it is mentioning in this verse the birth is offense to my wife? Because the lot of different smell is coming out of his mouth. അതിന്റെ അർത്ഥം പുറമേ കാണുന്ന പഴുപ്പ് മാത്രമല്ല, ആന്തരിക അവയവങ്ങളെയും പഴുപ്പ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. Not only the outward disease, the verse says that the inside he has lot of ശാരീരികമായിട്ട് അയാൾ തകരുകയായി. lot of problem that happens. നാലാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് The fourth test that Job got, അവന്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നു. his wife is still alive. ഇതെങ്ങനെ പരീക്ഷയാണെന്ന് എന്ന് തോന്നിയേക്കാം. Why that is testing in his പക്ഷെ life? ഭാര്യ ജീവിച്ചിരിക്കുന്നത് പിശാചിന് ഇഷ്ടമാണ്. Because Satan likes that while his wife lives. അവൾ നീരസത്തോടു കൂടെയാണ് ഇടപെടുന്നത്. He is totally against Job. അവൾ സാത്താനോട് ചേർന്ന് നിൽക്കുകയാണ്. He is with Satan. നീ ഭക്തനായിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് പറയാ. Oh, you are a fearful man or a blameless people. നീ ദൈവത്തെ ചേർത്ത് പിടിക്കുകയല്ലേ, ത്യജിച്ചുകള അവനെ. Oh, wife told to Job that reject God. എന്നിട്ട് ജീവിക്കാനല്ല, നീ പോയി മരിക്ക്. She is telling that go and die. വാസ്തവത്തിൽ എന്റെ ഭർത്താവ് മരിക്കുന്നതാണ് നല്ലതെന്ന് ആ സ്ത്രീ പറഞ്ഞു പോയി. Oh, in truthfully we can see that his wife telling to him that husband go and die. അവള് ശരിക്കും പറയേണ്ടതാ, 10 പിള്ളേരും പോയി, അച്ചായൻ കൂടെ മരിച്ചാൽ പിന്നെ എനിക്കാരാ എന്ന് ചോദിക്കേണ്ടവളാണ് പറയുന്നത് നിങ്ങളും പോയി ചാക് എന്നുള്ള. I imagine that there are 10 children lost. She should tell that oh my husband please live with me, don't. ഒരു കാര്യം ഞാൻ പറയാം, ഈ നടന്നതൊക്കെ അവളെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. Whatever happened in his life, it shook him. സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുക. All desires was lost. എന്നിട്ട് അവള് ചോദിക്കുകയാണ്, ഇനിയും ഭക്തി മുറുകെ പിടിക്കണോ? 2:9 വാക്യത്തിൽ അതിന്റെ അർത്ഥം ഇത്രയൊക്കെ കിട്ടിയിട്ടും പഠിച്ചില്ലേ? Again Job's wife asking to him that do you still hold fast to his integrity? നീ പറയുന്ന ഭക്തിയുള്ള ജീവിതത്തിന് കിട്ടിയ സമ്മാനം ഇതല്ലേ? Oh, the blameless life that you did for God, you got a result like this. യോബ് അക്ഷോഭ്യനായിട്ട് മറുപടി കൊടുക്കുക. Job was so angry. 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യം. In verse 10 we read. അവൻ പറയുന്നതിന്റെ ആശയം ഏതാണ്? ഇങ്ങനെയാണ്. This is the answer that Job gave to his wife. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം പ്രതീക്ഷിക്കരുത്. Oh, shall we indeed accept good things from God? എന്ത് നൽകണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. God knows what to give to you. എന്നെയും നിങ്ങളെയും 100 കൊല്ലം വരെ ജീവിക്കാൻ അനുവദിക്കണമോ അല്ല 60 വയസ്സിൽ ഇവിടെ നിന്ന് മാറ്റണമോ? ആരാ തീരുമാനിക്കുന്നത്? ദൈവമല്ലേ. God knows our lifespan till we live like 90 or 100 or 50 or 60. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ എത്ര കാലം ജീവിക്കണം? അത് ദൈവമല്ലേ തീരുമാനിക്കുന്നത്. My wife, my husband or my children, how should they live in this earth? എന്റെ മേൽ ആധിപത്യമുള്ളത് ദൈവത്തിനാണ്. Only God has in our life. എന്ത് തരണമെന്ന് അവൻ തീരുമാനിക്കും. Only God knows what to give to us. രണ്ടാമത്തെ കാര്യം, Secondly, പ്രതികൂലങ്ങൾ വരാം, lot of struggles will പക്ഷെ come, പിറുപിറുക്കണ്ട. but don't murmur. ദൈവത്തെ സംശയിക്കല്ലേ, സംശയിക്കരുത് ദൈവത്തെ. You don't doubt God. ദൈവത്തെ വിശ്വസിക്കും. Believe in God. മൂന്നാമത്തേത്, Thirdly, സാത്താന്റെ പോരാട്ടത്തെ നീ അറിയണം. you should understand that Satan is going to. എങ്ങനെയൊക്കെ പിശാചി പ്രവർത്തിക്കുക Satan can do in many ways. വളരെ നമുക്കറിയാൻ പാടില്ല, You don't know everything, പക്ഷെ നീ അറിയണം. but you should understand. ദൈവത്തിലേക്ക് വരുമ്പോൾ പൗലോസക്കാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, When we come to New Testament, Paul നാം exhorts, അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവൻ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന്. Paul is exhorting that we should know what kind of things that he is going to do against us. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നാം തളരുവാനിടയാണ്. If you are not able to understand that, many things will happen ഒടുവിലത്തെ against പരീക്ഷ, us. The last test that happened, അവന്റെ 3 സ്നേഹിതന്മാർ, his 3 true friends, 3 വിശ്വാസി. 3 believers. ഞാൻ ഭയത്തോടു കൂടിയാണ് ഈ വാക്ക് പറയുന്നത്. I am very terribly saying ആശ്വസിപ്പിക്കാൻ വന്ന 3 ദൈവഭക്തന്മാരായ സ്നേഹിതർ. the 3 friends who came to Job to give all kind of comfort. 2-11 വാക്യം. In verse 2, in chapter 2 and verse 11. അവിടെ നമ്മൾ വായിക്കുന്നത്, അവര് വന്നിട്ട് 7 രാപ്പകൽ 7 ദിവസങ്ങൾ ഒരക്ഷരം പോലും മിണ്ടാതെ യോബിന്റെ അടുത്ത് ഇരുന്നവരാണ്. These Job's 3 friends, they came to him when he was in adversity. They were utterly silent for 7 days. അവരെ ആശ്വസിപ്പിക്കാൻ വന്നവരാണ്. They came to give all kind of ഉപദേശം comfort. അറിയുന്നവരാണ്. They were here to give all. അതിനേക്കാൾ ഭയങ്കരമായ കാര്യം, അവര് വരുമ്പോൾ അവര് സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരായിട്ടാണ് വന്നത്. They came to his presence to give the truthful to him. പക്ഷേ ഞാൻ ആദ്യ ദിവസം പറഞ്ഞ പോലെ
കൃപയില്ലാതെ അവർ ഇടപെടുമെന്ന് പിശാചിനറിയാം. But I mentioned in the first day that they worked there without grace. അവർക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞില്ല. They were not able to give any kind of comfort. അനുകമ്പയുടെ അംശം പോലും അവരിൽ ഉണ്ടായിരുന്നു. They were not able to do anything that Job wanted. 16:2 അടിവരയിടുക, വ്യസനിപ്പിക്കുന്ന ആശ്വാസം. In chapter 16 and verse 2 we read that they did against Job. നമ്മെ ദൈവം സഭയായി നിർത്തിയിരിക്കുന്നത് അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കൂടെയാണ്. What God is desiring from church is that we need to comfort one another. ഫെലോഷിപ്പ് എന്നുള്ള വാക്ക് നമ്മൾ പറയാറുണ്ട്. We know the word fellowship. ആ വാക്കിന്റെ ഉത്ഭവത്തെ കുറിച്ച് ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. What is the beginning of the word of that word fellowship? ഒരു കപ്പൽ യാത്ര തിരിക്കുമ്പോൾ അതിലുള്ളവർക്ക് തമ്മിൽ പറയുന്ന പേരാണ് ഫെലോഷിപ്പ് എന്നുള്ള വാക്ക്. There is a board, when it starts, the passengers inside the ship, it's called as fellowship. ഒരു തീരം വിട്ട് മറ്റൊരു തീരത്തേക്ക് പോകുകയാണ്. From one shore to another shore. കരയുമായിട്ടുള്ള ബന്ധം വിട്ടു. There is no attachment with the one shore. അത് മാത്രമല്ല, ഇനി ബന്ധപ്പെടാൻ കാലത്ത് യാതൊരു വാർത്താ മാധ്യമങ്ങളുമില്ല, ബന്ധപ്പെടാൻ വേറെ ആരുമില്ല. In that time there is no means of communication. 4-5 മാസം സഞ്ചരിക്കുന്ന യാത്രയിൽ അതിനകത്തുള്ള ആളുകൾ തമ്മിലാണ് ബന്ധം. In that 4 to 5 months there is only fellowship with people inside that boat. അവർ തമ്മിലുള്ള കൂട്ടായ്മ. Only with them. Fellowship. Fellows in the ship. Fellows in the ship. അവർ തമ്മിലാണ് ബന്ധം. Only the people with that. നാം രക്ഷിക്കപ്പെട്ടവരാണ്. We all got saved. നാം ഒരു സഭയാണ്. We are one church. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് അന്യോന്യം അറിയാനും ആശ്വസിപ്പിക്കുവാനും കൈത്താങ്ങൽ കൊടുത്ത് നിലനിർത്തുവാനും വേണ്ടിയാണ്. What God is desiring from us is that we need to stand together, comfort one another. നാം ഇത് ചെയ്തില്ലെങ്കിൽ വെളിയിൽ നിന്ന് ആര് വരുമെന്ന് പ്രതീക്ഷിക്കരുത്. If you are not doing that, don't think that anybody will come outside and do ഒരു it. സഭയുടെ ഏറ്റവും വലിയ ദൗത്യങ്ങളിൽ ഒന്നാണ് The one and foremost thing that church is going to do is അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ. comfort one another. പക്ഷെ ഈ സ്നേഹിതന്മാർക്ക് അതിന് കഴിഞ്ഞു. But this true friend, they were not able to do that. എന്താണ് വേദനിക്കപ്പെടുന്നവരാണ് ആഗ്രഹിക്കുന്നത്? Let me ask you, why the people going through struggles, what they are desiring? ഞാൻ ഒരു ദുഃഖിതനായ മനുഷ്യനാണെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? If I am a sorrowful man, what I am desiring from you? പല വാക്യങ്ങൾ അതിനകത്ത് പറയാനായിട്ട് കഴിയും. There are many ways that we can read 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, chapter 6 and verse 14. അവിടെ എഴുതിയിരിക്കുന്നത് ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാണ്. To him who is afflicted, show him kindness. 19-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ സമാനമായ വാക്ക് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. Chapter 19 and verse 21 also we read that, have pity on me. അതായത് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരല്ല, നാം മറ്റുള്ളവരിൽ നിന്ന് ആശ്വാസം പ്രതീക്ഷിക്കുക. I am struck and I am desiring pity from others. ഞാൻ ഓർത്തിട്ടുണ്ട്, നമ്മുടെ കർത്താവ് കഴിഞ്ഞ ദിവസം ഫിലിപ്സിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, യേശു കർത്താവ് സൗഖ്യമാക്കാൻ വിവിധ രീതികൾ ഉപയോഗിച്ചിട്ടുണ്ട്. God, Jesus did many different things when he was healing. എന്നാൽ അവൻ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ അവനെ We read that he touched the leper. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know why. ഞാൻ മനസ്സിലാക്കുന്നത്, I'm understanding that നാളുകളായി ആ ശരീരത്തിൽ ആരും തൊട്ടില്ല. nobody touched him for many years. കർത്താവിന്റെ സ്പർശനം വന്നപ്പോൾ അവനാകെ മാറി. When Jesus touched him, his life changed. നമ്മുടെ ഒരു തലോടൽ എത്ര ദൈവമക്കളെ ആശ്വസിപ്പിക്കും എന്നറിയാമോ? Let me tell you, my brothers and sisters, just our touch can change many lives. കണ്ണുനീര് തുടയ്ക്കാൻ ആ കൈകൾ നീട്ടുമ്പോൾ അവരറിയാതെ സന്തോഷിച്ചു. When we wipe the tears of our co-brethren, they will get a lot of നാം happiness. വ്യസനിപ്പിക്കുന്നവരാകെ But don't give troubles to our co-brethren. ആശ്വസിപ്പിക്കുക. Give them comfort. ഞാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. 13-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ സ്നേഹിതന്മാരെ ഇവരെ കുറ്റപ്പെടുത്തുക, നീ പാവപ്പെട്ടവരെ വേദനിപ്പിച്ചു, അവർക്കൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇയ്യോബിന്റെ ആ സോറിയാസിസ് വന്ന മുറിവുകളിലേക്ക് കുത്തുന്നത് പോലെ അവർ ഇടപെട്ടു. In chapter 13 and verse 7 we read that his friends started to speak wicked against him. എന്നാൽ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ഈ സ്നേഹിതന്മാരെ ശാസിച്ചില്ലേ? When we turn our chapters to 42, God is telling against his friends. അവരോട് കോപിച്ചില്ലേ? He was angry against his നിങ്ങൾ friends. ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞില്ലേ? God told his friends, നിങ്ങൾ whatever എന്നെ കുറിച്ച് യോഗ്യമായി പറഞ്ഞില്ല, ഇയ്യോബാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ദൈവം പറഞ്ഞില്ലേ? you did against Job, it was not at all good. ഞാൻ നിങ്ങളോട് പറയാം, സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കും. അന്ന് ശിക്ഷയില്ല എന്നെനിക്കറിയാം. എങ്കിൽ ഞാൻ പറയുകയാണ്, നാം ആശ്വാസം കൊടുക്കേണ്ടതിന് പകരം
വേദനിപ്പിച്ചതിന്റെയും സമാധാനം ബോധിപ്പിക്കേണ്ടി വരികയില്ലേ? Let me tell you, brothers and sisters, one day we will stand in front of the judgment seat. That we should give the answers what all we did against our co-brother. ശരി, ഇയ്യോബിനെ നിലനിർത്തിയ 2-3 ഘടകങ്ങൾ വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. Okay, I would like to tell 2 or 3 things that stand firm for Job. 31-ാം അധ്യായം Chapter 31. അതിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. There we see one important thing. ഇയ്യോബിന് അവനെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടായി. Job has a അതായത് അവൻ ശരിയാണ് എന്ന് അവനറിയാം. he know that he is right. ധാർമ്മികമായി ശരിയാണ്. He know that he did whatever he did ധനത്തിന്റെ right. കാര്യത്തിൽ ശരിയാണ്. In wealth he is right. 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതിൽ ഞാൻ പെശകി എന്ന് വരികിൽ അത് ന്യായാധിപന്മാർ വിധിക്കേണ്ടത് കുറ്റമാണ്. ഞാൻ ഒരു ജഡ്ജ്മെന്റിന്റെ മുമ്പാകെ നിന്നാൽ, കോടതിയുടെ മുമ്പാകെ നിന്നാൽ ഞാൻ ശരിയാണ് എന്ന് അവൻ പറഞ്ഞു. He know that in front of, if I stand in front of the court, in front of the judgment, I know that whatever I did is right. നാം നമ്മെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമുള്ളവരായിരിക്കും. We same like that we should have. നാം എങ്ങനെയാ? What kind of life we live? രണ്ടാമത്തെ കാര്യം, Secondly, 19-ാം അധ്യായത്തിൽ 25-ാം വാക്യം, chapter 19 and verse 25. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കും. There we read that I know that my Redeemer ഞാൻ lives. നിങ്ങളോട് പറഞ്ഞു, ഇയ്യോബിന്റെ പുസ്തകം എഴുതുന്ന കാലത്ത് അല്ലെങ്കിൽ ഇയ്യോബ് ജീവിച്ച കാലത്ത് വേദപുസ്തകത്തിലെ ഒരു വരി പോലും എഴുതിയിട്ടില്ല. I already told you that when this life of Job did in this earth, even one verse never written from the word of ഇന്ന് God. നാം ആശ്വാസം അനുഭവിക്കുന്നത്, ആശ്വസിപ്പിക്കുന്നത് വേദവാക്യങ്ങൾ വായിച്ച അത് ഇയ്യോബിനില്ല. Only we are getting comfort from the word of God, but Job did not do how that. പക്ഷെ അവന് ഒരു അറിവുണ്ടായിരുന്നു. Only one thing he know. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കും. My Redeemer lives. ഞാൻ നിങ്ങളോട് പറയാം, എന്തെല്ലാം വേദനകളോ പ്രയാസങ്ങളോ വരട്ടെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ള ബോധ്യം നിലനിർത്തേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ്. Whatever struggles or tribulation that happen in our life, we need to understand that he is still alive. 19-ന്റെ അടുത്ത വാക്യം, 26-ാം വാക്യം, In verse 26 from same chapter, ഒരു വലിയ പ്രത്യാശ. there is a big hope. എന്താ പ്രത്യാശ? What kind of hope is that? ഞാൻ ഒരിക്കൽ അവനെ കാണും. One day I will meet him. ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. In my flesh I shall see God. മലയാളത്തിൽ നേരത്തെ കൊടുത്തിരിക്കുന്ന വാക്ക് ദേഹരഹിതനായി, ശരീരം കൂടാതെ കാണുമെന്നാണ് പഴയ പുസ്തകത്തിലൊക്കെ. In Malayalam we read that without flesh I will see. എന്നാൽ ഇപ്പോഴത്തെ തർജ്ജമയിൽ ദേഹസഹിതൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. In the new translation it read that in my flesh. അതെന്തൊരു മനോഹരമായ കാഴ്ചയാണ്. What a beautiful scene. Shall I may see my God in my flesh, with my flesh എന്നൊക്കെ യോബ് പറയുമ്പോൾ എല്ലാം അറിയുന്നവനെ പോലെയാണ് അവൻ പറയുന്നത്. So when your Job mentioned like this, in my flesh I shall see God, means that he knows everything. ഇതിലേതാ ശരിയായിട്ടുള്ളത്? What is right in this thing? ശരീരം കൂടാതെ ദൈവത്തെ കാണുമെന്നും ശരീരത്തോടു കൂടെ കാണുമെന്നും ഏതാ ശരിയായിട്ടുള്ളത്? What is right, as you mentioned, with body or without body? ഏതാ ശരി? What is right? രണ്ടും ശരിയാണ്. Both are right. അതെങ്ങനെ ശരിയാകുന്നത്? യേശു കർത്താവിന്റെ വരവ് വരെ മരിക്കുന്ന സകല വിശ്വാസികളും ആ സമയത്ത് ശരീരം ഇവിടെ വിട്ടേച്ച് കർത്താവിനെ കാണാൻ പോകുകയാണ്. Till his second coming, believers will left their body here and then they'll see. എന്നാൽ കർത്താവ് വരും. When he come back, ഈ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കും. he lift his body. ഈ ശരീരത്തെ, ഇതേ ശരീരത്തെ അവൻ രൂപാന്തരപ്പെടും. With the same flesh, നാം അവനെ കാണും. we will see him. വലിയ പ്രത്യാശ. What kind of hope is that? ഇതിന്റെ ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്ന കാഴ്ച ദൈവം വെളിപ്പെടുകയാണ്. When we see the last chapters of this book of Job, 38 മുതൽ 41 വരെ chapter 38 to കുറെ 41, ചോദ്യങ്ങൾ യോബിനോട് ചോദിച്ചു. God asked many questions. ഒരു ഉത്തരവും യോബ് പറഞ്ഞില്ല. Job is not giving അവൻ any പറഞ്ഞു, answer. എനിക്കൊന്നും അറിയാൻ പാടില്ല. Only one answer here that I ചോദിച്ച don't know. ചോദ്യങ്ങൾ രസകരമായിട്ടുള്ളതാണ്. Lot of different ഒരുപാട് questions. ചോദ്യങ്ങൾ. Lot of questions. എനിക്കൊന്നും അറിയാൻ പാടില്ല. He only told one. പക്ഷെ ഒടുവിൽ അവൻ പറഞ്ഞു, One answer he gave. നിനക്ക് സകലവും സാധിക്കും. Oh Lord, you know everything and you can do everything. അവന്റെ പ്രശ്നം മാറി, His problem എല്ലാം solved. ഇരട്ടിയായി നൽകി. He gave everything but doubled. യോബിന്റെ സഹിഷ്ണുത ഇന്ന് പകലും നമുക്ക് പാഠമായി ദൈവാത്മാവ് നൽകി. We should also have the same lifestyle that Job did. എനിക്കറിയാം, വിശദീകരിക്കേണ്ട ഭാഗങ്ങളിലൂടെ ഞാൻ പറന്നു പോവുകയാണ്. I was so flying in different topics this എങ്കിലും morning. ഈ വാക്കുകൾ നമ്മുടെ ആത്മാവിന് ആശ്വാസകരമായി. But let me tell you, these words will comfort us. യോബിന്റെ ദൈവം ജീവിക്കും. The God that Job has still അവനെ alive. ആശ്രയിക്കാം. Please give അവന് hope. വേണ്ടി ജീവിക്കാം. Please live for പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. with full hope and confidence. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല.
Everybody have different problems in their അതിന് life. വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കാം. Only thing it has different നാം aspects. എല്ലാവരും പ്രയാസപ്പെടുന്നവരാണ്. We all go through different struggles. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ ദിവസങ്ങളാണ് അനേകം. Last day I mentioned that many people slept with crying. ആരും അറിയാത്ത എന്തെന്ത് വേദനകളാണ് നമുക്കുള്ളത്. Lot of problems and tribulation struggles is going through in our life. പരിഹാരം തരുന്നവൻ ജീവിക്കും. Only one thing you should know. അത് that എങ്ങനെ വേണമെന്നും എന്ന് വേണമെന്നും അവനാണ് തീരുമാനിക്കുന്നത്. God is alive to take care of everything what we have. കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാം. May God help all of us. ഈ ദിവസങ്ങളിൽ നൽകിയ സന്ദേശങ്ങൾ നമുക്ക് അനുഗ്രഹമാക്കി ദൈവാത്മാവ് തീർക്കട്ടെ. All the message that I delivered here, may God help to comfort each one of you. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു. May His name alone be glorified. Amen. Let's pray. Father God, this morning we thank you and we praise you for sending thy servant in our midst, O Lord. For last 3 days, we were listening from thy word, O Lord, the life of Job. Thank you, Father, for this promise. As you just heard, my Redeemer lives. He will be with me till the last breath of my life. What a wonderful verse. Help us to cling on that verse, O Lord, because you live for each one of us. Thank you, Father, for thy servant. Thank you, Father, for using him mightily, O Lord. Last night we were able to listen to the good news from him, O Lord. Thank you, Father, for helping us to proclaim that truth in our church. As he is going to depart tomorrow, Lord, be with him. In the next couple of months, he's going to preach in different conventions. Anoint him, O Lord. Use him, O Lord, mightily to help to proclaim the excellences of you, O Lord. We thank you, Father, for this church. Thank you, Father, for helping each one of us, O Lord, to live a life worthy for your calling, O Lord. We thank you for all the visitors who came here, O Lord. Bless us, O Lord. As we're going to depart, O Lord, be with us and help us. We thank you and we praise you. In the matchless and precious name of our Lord and Savior, Jesus Christ, we pray. Amen.